എന്താണ് യൂറിക് ആസിഡ്? നമുക്കറിയാം, നമ്മൾ ഇന്ന് കോമൺലി കേൾക്കുന്ന ഒരു സംഭവമാണ്. കൊളസ്ട്രോളും പ്രഷറൊക്കെ പോലെ തന്നെ നമ്മൾ കേട്ട് കേൾവിയുള്ള ഒരു സംഭവമാണ് യൂറിക് ആസിഡ്. അപ്പോൾ എന്താണ് ഈ യൂറിക് ആസിഡ് എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയുണ്ടാവും. എങ്കിലും ദഹന വ്യവസ്ഥയിൽ പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് നമ്മുടെ യൂറിക് ആസിഡ്. കോമൺലി ഇത് നമ്മുടെ കിഡ്നി, സാധാരണ നമ്മുടെ കിഡ്നി, വൃക്കകൾ എന്താണ് യൂറിക് ആസിഡ്? അല്ലെങ്കിൽ യൂറിക് ആസിഡ് എത്ര കാലം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും? ഇന്ന് കോമൺലി കാണുന്ന ഒരു സംഭവമാണ് യൂറിക് ആസിഡ്. കൊളസ്ട്രോളും പ്രഷറൊക്കെ പോലെ തന്നെ കൂടുതലായിട്ട് കാണുന്ന ഒരു സംഭവമാണ് യൂറിക് ആസിഡ്. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്, അതിനെ എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ പറ്റി നോക്കാം. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. എന്താണ് യൂറിക് ആസിഡ്? നമുക്കറിയാം, നമ്മൾ ഇന്ന് കോമൺലി കേൾക്കുന്ന ഒരു സംഭവമാണ്. കൊളസ്ട്രോളും പ്രഷറൊക്കെ പോലെ തന്നെ നമ്മൾ കേട്ട് കേൾവിയുള്ള ഒരു സംഭവമാണ് യൂറിക് ആസിഡ്. അപ്പോൾ എന്താണ് ഈ യൂറിക് ആസിഡ് എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയുണ്ടാവും. എങ്കിലും ദഹന വ്യവസ്ഥയിൽ പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് നമ്മുടെ യൂറിക് ആസിഡ്. കോമൺലി ഇത് നമ്മുടെ കിഡ്നി, സാധാരണ നമ്മുടെ കിഡ്നി, വൃക്കകൾ അരിച്ചു മാറ്റുകയാണ് ചെയ്യുക. പക്ഷേ നമ്മൾ ഈ പ്യൂരിൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുന്നത് മൂലം തന്നെ അവ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുക, അതായത് രക്തക്കുഴലുകളിലൊക്കെ അടിഞ്ഞു കൂടിയിട്ട് അത് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുണ്ടാകുന്ന യൂറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അത് കൂടുതലാകുമ്പോൾ അത് നമ്മുടെ സന്ധികളിലൊക്കെ അടിഞ്ഞുകൂടി ഗൗട്ട് എന്നുള്ള ഒരു വേദനാജനകമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിലേക്ക് എത്താറുണ്ട്. അപ്പം ഇത്തരത്തിൽ യൂറിക് ആസിഡ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് അതിനൊക്കെ എങ്ങനെ റിക്കവർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചികിത്സാ രീതിയിൽ കൂടെ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ട് നമുക്കിതിനെ മാറ്റാം, നമുക്കിതിന് വളരെ വേഗം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. നമുക്കതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, യൂറിക് ആസിഡ് കൂടുതലാണെങ്കിൽ നമുക്കൊരു ആകെ ടെൻഷനാവും, കാരണം ഇതിന് കൂടി ഇനി ഇതെന്താണ് ആവുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിന് വളരെ വ്യക്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഈ യൂറിക് ആസിഡ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞു, പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന മൂലമാണ് ഇത് കൂടുതൽ ഉണ്ടാവാറ്. എന്തൊക്കെ കാരണത്താലാണ് യൂറിക് ആസിഡ് ഉണ്ടാവുക എന്നുള്ളത്? അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ഇന്നത്തെ ജീവിതശൈലി രോഗമാണ് അമിതവണ്ണം, പൊണ്ണത്തടി അതിലൊരു പ്രധാന കാരണമാണ്. പിന്നെ ഫാമിലി ജെനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, ഫാമിലി ടെൻഡൻസി ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡീസ് ഉണ്ടെങ്കിൽ, തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഡയോറക്റ്റിക്സ് ഉപയോഗിക്കുന്ന വ്യക്തികൾ, ആസ്പിരിൻ പോലെയുള്ള ഡ്രഗ്സുകൾ, മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന വ്യക്തികൾ, ഇവരിലൊക്കെ യൂറിക് ആസിഡ് ഉണ്ടാവാറുണ്ട്. അതുപോലെ മദ്യം കൂടുതലായിട്ട്, ബിയർ കഴിക്കുന്ന വ്യക്തികളിൽ, ഇവരിലൊക്കെ യൂറിക് ആസിഡിൻ്റെ അളവ് വളരെ വേഗം കൂടാനുള്ള ചാൻസ് ഉണ്ട്. പൊണ്ണത്തടി അതിലൊരു പ്രധാന വില്ലനാണ്. ഇത്തരത്തിൽ ഓവർ വെയിറ്റ് ഉള്ളൊരു വ്യക്തികൾ തുടങ്ങിയവരിലൊക്കെയാണ് കൂടുതലായിട്ട് യൂറിക് ആസിഡ് ഉണ്ടാവാറുള്ളത്. അതേപോലെ തന്നെയാണ് വൃക്ക സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളുള്ള വ്യക്തികളിലും ഇത്തരത്തിൽ യൂറിക് ആസിഡ് കൂടുതൽ ഉണ്ടാവാറുണ്ട്. അതേ പറഞ്ഞു, വൃക്കകളാണ് ഇതിനെ ഫിൽട്ടർ ചെയ്തിട്ട് കളയാറുള്ളത്. അപ്പോൾ വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള വ്യക്തികളിലും ഇത്തരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇത്തരത്തിൽ യൂറിക് ആസിഡ് കൂടുതലായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത്? അതിൽ ഏറ്റവും പ്രധാനമാണ് നന്നായിട്ട് ക്ഷീണം ഉണ്ടാവുക, നമ്മുടെ പേശികളിലൊക്കെ, അതുപോലെ തന്നെ ബലക്കുറവ്, പേശികൾ സന്ധികളിലെ വേദന, അതുപോലെ സ്വെല്ലിങ്സ്, നീർക്കെട്ട് വരിക സന്ധികളിൽ, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുക, സ്കിന്ന് നമ്മുടെ വരണ്ട ചർമ്മമായിട്ട് മാറുക, വൃക്കകളിൽ കല്ലുണ്ടാവുക, അത് വൃക്ക സംബന്ധമായിട്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, തുടങ്ങിയവയൊക്കെ എന്താ വെച്ചാൽ യൂറിക് ആസിഡിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. ഇത്തരത്തിൽ യൂറിക് ആസിഡ് വളരെയധികം കൂടുതലായ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ യൂറിക് ആസിഡ് കൂടുതലായി കഴിഞ്ഞാൽ നമ്മളെ ഉദ്ധാരണ പ്രശ്നങ്ങൾ, അതായത് പുരുഷന്മാരിലുണ്ടാകുന്ന ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് വരെ കാരണമാകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ യൂറിക് ആസിഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്കത് വളരെ വേഗം തന്നെ ചികിത്സിച്ച് ഭേദമാക്കാം. അത് ചികിത്സിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ നമുക്കത് മാറ്റാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയെന്ന് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിലേറ്റവും പ്രധാനമാണ് അത്തരത്തിൽ യൂറിക് ആസിഡ്. ആദ്യം പറഞ്ഞു, അമിതവണ്ണം ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണെന്ന്. അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡെയിലി ഒരു 45 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള BMI, അതായത് ബോഡി മാസ് ഇൻഡെക്സ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. വെയിറ്റ് കൂടുതലാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെയിറ്റ് റിഡക്ഷൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മദ്യം ഒഴിവാക്കുക, പ്രത്യേകിച്ച് ബിയർ പോലെയുള്ള ഭക്ഷണങ്ങൾ
ബിയർ പോലെ കുടിക്കുന്ന ഒരു ഹാബിറ്റ് ഉള്ള വ്യക്തികളാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. പഴങ്ങൾ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പഴങ്ങളിൽ പൊതുവേ പ്യൂരിൻ കണ്ടൻസ് കുറവാണ്. അതിനാൽ തന്നെ പഴങ്ങൾ കഴിക്കുന്നത് മൂലം നമ്മുടെ യൂറിക് ആസിഡിൻ്റെ ലെവൽ കുറയാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, കൊഴുപ്പ് കൂടിയിട്ടുള്ള ഭക്ഷണം, അമിതമായിട്ട് കൊഴുപ്പ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇവയൊക്കെ നമുക്ക് അമിതവണ്ണം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ഈ കൊഴുപ്പ് കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ യൂറിക് ആസിഡ് ഉണ്ടാവുമോ എന്നുള്ളത്. ഇത്തരത്തിലുള്ള കൊഴുപ്പ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ, കാർബ്, അതുപോലെ തന്നെ പഞ്ചസാര കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മളതൊരു അമിതവണ്ണത്തിലേക്ക് എത്താനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഇത്തരത്തിൽ ഈ അമിതവണ്ണം ഉണ്ടാവുമ്പോൾ തന്നെ നമുക്ക് യൂറിക് ആസിഡ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. യൂറിക് ആസിഡ് ഉള്ള വ്യക്തികൾ എന്തൊക്കെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് നമുക്ക് നോക്കാം. അതിൽ പ്രധാനമാണ് ചീര, കൂണ്, കടല, അതുപോലെ തന്നെ ചുവന്ന മാംസം, മദ്യം, ബീർ പോലെയുള്ളവ തുടങ്ങിയവ കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ടതാണ്. കൃത്യമായിട്ട് ഉറക്കം ലഭിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യമായിട്ട് വ്യായാമം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വണ്ണം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഈ നമുക്കറിയാം കക്കയിറച്ചി, അതുപോലെ തന്നെ ചിപ്പി, കൂണ് തുടങ്ങിയവയിലൊക്കെ ധാരാളം റിച്ച് ഓഫ് യൂറിക് ആസിഡ് ആണ്. അപ്പോൾ അത്തരത്തിൽ കൂണ് പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് നമ്മുടെ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂട്ടാനാണ് സഹായിക്കുക. അപ്പോൾ അതുമൂലം തന്നെ അവ കൃത്യമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ, അതായത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക, കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല, അമിതവണ്ണം കുറയ്ക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള BMI നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സ്ട്രെസ്സുകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ യോഗ പോലെയുള്ള മെഡിറ്റേഷൻസ് ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. നമുക്ക് വെള്ളരിക്ക, കക്കരിക്ക പോലെയുള്ളവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ആദ്യം പറഞ്ഞു യൂറിക് ആസിഡ്, പഴങ്ങളൊന്നും യൂറിക് ആസിഡ് കൂട്ടുന്നില്ല എന്ന്. അപ്പോൾ അതുമൂലം തന്നെ നമുക്ക് പഴങ്ങൾ നന്നായിട്ട് കഴിക്കാം. നട്ട്സുകൾ കഴിക്കാം. നട്ട്സുകളിനകത്തൊക്കെ ഒരുപാട് മാഗ്നീഷ്യം പോലെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളതിനാൽ തന്നെ നമ്മുടെ യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടി അവ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, നമ്മുടെ നെല്ലിക്ക, അതുപോലെ തന്നെ എല്ലാ ബെറീസും, തക്കാളി പോലെയുള്ളവയൊക്കെ നമ്മുടെ യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതേപോലെ നട്ട്സുകൾ, അണ്ടിപ്പരിപ്പുകൾ, വിത്തുകൾ, നമ്മുടെ മത്തൻ കുരു പോലെയുള്ള വിത്തുകൾ തുടങ്ങിയവയൊക്കെ നമ്മുടെ യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ധാന്യങ്ങൾ, നമ്മുടെ ഹോൾ വീറ്റഡ് ആയിട്ടുള്ള തവിട് അടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ, ഓട്സുകൾ, തവിട് അടങ്ങിയിട്ടുള്ള ഗോതമ്പ് തുടങ്ങിയവയൊക്കെ നമ്മുടെ യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം എന്തൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞതും കൂടെ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ യൂറിക് ആസിഡ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ചില ഹോം റെമഡീസ് ഉണ്ട്. ആദ്യം പറഞ്ഞു, ഈ യൂറിക് ആസിഡ് വളരെയധികം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ സന്ധികളിലൊക്കെ ഇവയെ ഡെപ്പോസിറ്റ് ആവാൻ തുടങ്ങും. ആ ഒരു കണ്ടീഷൻ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള, അതൊരു വേദനാജനകമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഗൗട്ട് എന്നുള്ള ഒരു കണ്ടീഷൻ. അതായത് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുമ്പോൾ നമ്മുടെ സന്ധികളൊക്കെ എന്താ വെച്ചാൽ നന്നായിട്ട് സ്വെല്ലിംഗ് ആയിട്ട് വരിക, വീക്കം വരിക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിലേക്ക് ഒന്നും പോവാതെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഹോം റെമഡിയാണ് ആപ്പിൾ സിഡർ വിനീഗർ 1 ടീസ്പൂണും അതുപോലെ തന്നെ 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ മിക്സ് ചെയ്യുക. ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഇത്തരത്തിൽ ഒരു 15 ദിവസം നിങ്ങൾ റെഗുലർലി കഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ യൂറിക് ആസിഡ് ലെവൽ കുറഞ്ഞു വരുന്നതാണ്. അതുപോലെ തന്നെ പച്ച പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അതൊരു 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അത് നന്നായി കുറുക്കി എടുത്തിട്ട് 1 ഗ്ലാസ് ആക്കിയതിന് ശേഷം ദിവസവും രാവിലെ കഴിക്കുക. ഇതും ഏകദേശം ഒരു മാസം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ യൂറിക് ആസിഡ് ലെവൽ നന്നായിട്ട് കുറഞ്ഞു വരുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്നാണ് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും അതുപോലെ തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടെ മിക്സ് ചെയ്യുക. ദിവസവും രാവിലെ കഴിക്കുക. ഇത്തരത്തിൽ ഈ ചെറുനാരങ്ങയ്ക്കകത്ത് ധാരാളം വൈറ്റമിൻ സി ഉള്ളതിനാൽ തന്നെ ഒരു റിച്ച് ഓഫ് ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതുമൂലം തന്നെ അവ എന്താ വെച്ചാൽ യൂറിക് ആസിഡിൻ്റെ ലെവൽ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഇത്തരത്തിൽ യൂറിക് ആസിഡ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അവ കുറയുന്നില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് പേഷ്യൻറ്റിൻ്റെയും രോഗിയുടെയും രോഗത്തിൻ്റെയും ലക്ഷണങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് റെപ്പട്രൈസേഷൻ എന്നുള്ള ഒരു മെത്തേഡിൽ കൂടെ നമ്മൾ ജർമ്മൻ നിർമ്മിതമായ മെഡിസിൻസ് കൊടുത്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് അസുഖങ്ങളുള്ളവരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിക്കേഷൻസ് ഒക്കെ കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗം തന്നെ ഈ മെഡിസിൻസ് കഴിക്കാവുന്നതാണ്. യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.